നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്ന് പുറത്തു വന്ന ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിനുള്ളിൽ കുളത്തുമൽ സ്കൂളിലെ വിദ്യാർത്ഥിനി തീർത്ഥയാണ് മരിച്ചത്. വീട്ടിലെ മുറിയിലാണ് ഈ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് സംഭവിച്ചതെന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റിയിരുന്നു. എന്തിന് ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയതിൻ്റെ കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയതായിരുന്നു 10ാം ക്ലാസ്സുകാരി. പിന്നാലെ വീട്ടുകാർ കാണുന്നത് ജീവനൊടുക്കിയ നിലയിലാണ്. കാട്ടാക്കട മൂങ്ങോട്ടുകോണം സ്വദേശി തീർത്ഥയാണ് ഇത്തരത്തിൽ ഒരു കടുംകൈ ചെയ്തിരിക്കുന്നത്. കിടപ്പുമുറിയിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർ വിവരമറിയാൻ ഒരുപാട് വൈകി. ഉത്സവത്തിൻ്റെ ഒരു ആരവമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർ ഈ ഒരു വിവരം അറിയാൻ വൈകിയതെന്നാണ് സമീപവാസികൾ അടക്കമുള്ളവർ പറയുന്നത്. പോലീസ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്തുകൊണ്ട് പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുകയുള്ളൂ. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മരണകാരണം വ്യക്തമായി അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം യഥാർത്ഥ മരണകാരണം എന്താണെന്ന കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് തീർത്ഥയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ സ്കൂളിലെ എന്തെങ്കിലും പ്രശ്നമാണോ, വീട്ടിലെ പ്രശ്നങ്ങളാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ്. എന്തുകൊണ്ട് കുട്ടി മരണം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു? അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ആത്മഹത്യകളൊക്കെ വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അവസാനം ആത്മഹത്യ എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ സംഭവങ്ങൾ ഒരുപാട് ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലൊരു ബോധവൽക്കരണം നടത്തേണ്ടിയിരിക്കുന്നു എന്നതും അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി സംഭവം വിളിച്ചു കാട്ടുകയാണ്. ആത്മഹത്യകൾ നിരവധി വർദ്ധിക്കണം. പ്രത്യേകിച്ച് യൗവനക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ വളരെ ചെറുപ്പമായിട്ടുള്ള വ്യക്തികളാണ് പലപ്പോഴും ഒരു എടുത്തുചാട്ടം എന്ന പോലെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത്. പ്രശ്നങ്ങളുണ്ടാകാം, പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ടാകാം. പലപ്പോഴും ഇത്തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കാനാകാതെ വരുമ്പോഴാണ് പലരും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത്. എന്തായാലും ഇത്തരം ആത്മഹത്യകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.